കാന്തപുരത്തിനെ തള്ളി വി.ഡി. സതീശൻ. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതർ എന്നത് കാന്തപുരത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ടാവുമെന്നും സതീശൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവർ ഉൾപ്പെടെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ്. രാജ്യം മുഴുവൻ വലിയ അരക്ഷിതത്വമാണ് നേരിടുന്നത്. എത്ര ക്രൈസ്തവ വൈദികരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ്, എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് ആക്രമിക്കപ്പെടുന്നത്? പള്ളികൾ എത്രയാണ് തകർത്തത്? കന്യാസ്ത്രീമാരെ വരെ ആക്രമിക്കുകയാണ്. എത്ര പേരാ ജയിലുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലല്ലോ, ഞങ്ങളുടെ അഭിപ്രായം അതല്ലല്ലോ. ഞങ്ങൾ ദേശീയ തലത്തിൽ ഒരു സംഘപരിവാറിൻ്റെ രീതിയും ഗവൺമെൻറ്റിൻ്റെ രീതിയും ന്യൂനപക്ഷങ്ങൾക്ക് ദോഷകരമായ നിലപാടാണ് എടുക്കുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ രാജ്യത്തുണ്ടല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ. ഇനി ഞാൻ കാന്തപുരത്തിനെതിരെ ഞാൻ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായം ഉണ്ടാവും. അവർ ആ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ. അതെന്താ, അവർക്ക് അവകാശമില്ല അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി? പ്രധാനമന്ത്രിയെ പോയി കണ്ടുവന്ന് പുറത്തു വന്നിട്ട് പ്രധാനമന്ത്രി ദുഷ്ടനാണ്, കൊള്ളക്കാരനാണ്, മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ആളാണെന്ന് പുറത്തു പറയാൻ പറ്റുമോ? പുറത്തു വന്നിട്ട് കണ്ടിട്ട് പുറത്തു വരുമ്പോൾ അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കാണും. അതിന് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് മാറുമോ? ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അരക്ഷിതമാണ്. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ കള്ളക്കണക്കാണ്. ആചാരക്രമങ്ങൾ പാലിക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട്. വാശിക്കായാണ് സർക്കാർ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയത്. നിങ്ങൾ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ ആളല്ല. അപ്പോൾ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ അഫിഡവിറ്റ് ഭേദഗതി വരുത്തി മാറിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അതിനോട് യോജിപ്പില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. എസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നിയമമന്ത്രി പറഞ്ഞ എസ് ഓർ നോ എന്ന് ഉത്തരം പറയേണ്ട കേസ് അല്ല എന്നാണ്. എസ് ഓർ നോ എന്ന് പറയണം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ നിങ്ങളിപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ? എസ് പറഞ്ഞാൽ മതി, ഞങ്ങളിപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒരു നിലപാടായല്ലോ. ഇല്ലെങ്കിൽ നോ, മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് മാറി, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്ന് പറയണ്ടേ? അത് പറയാതെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഇനി എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത്? നികുതി പണത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയെടുത്ത് സർക്കാർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന് സതീശൻ ആരോപിച്ചു. CPM-കാർ കൊടുക്കേണ്ട നോട്ടീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോളനികളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുകയാണ്. നവകേരള സർവേ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് സർക്കാരിന് തിരിച്ചടിയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ ചെയ്തത്. എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് അവിടെ സ്റ്റേ എടുത്തത്. ഒരു സുപ്രഭാതത്തിൽ എക്സൈസ് കമ്മീഷണർക്ക് ഒരു അപേക്ഷ ഒരു കമ്പനി കൊടുക്കുന്നു. ആ കമ്പനി എങ്ങനെ അറിയാം ഈ ഗവൺമെൻറ് ബ്രൂവറി കൊടുക്കാൻ പോകണമെന്ന്? എങ്ങനെ അറിയാം? ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണ്. അതിന് മുമ്പൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവരുമായിട്ട്, ആ കമ്പനിയായിട്ട്. കമ്പനിക്ക് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു അപേക്ഷ ഒരു കമ്പനി വന്ന് കൊടുക്കുന്നു. എന്നാൽ ഒരു മാനദണ്ഡമില്ല. എന്തൊരു റോക്കറ്റ് സ്പീഡായിരുന്നു! അന്ന് തന്നെ കമ്മീഷണർ അങ്ങോട്ട് അയക്കുന്നു, അവിടെ തീരുമാനം വരുന്നു. ആ ഒരു നടപടിക്രമങ്ങൾ പാലിക്കാതെ, ഒരു ടെൻഡർ പ്രൊസീജിയർ ഇല്ലാതെ, ഒരു പോളിസി പോലും ഡിക്ലെയർ ചെയ്യാതെ ഇനി പോളിസി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ബ്രൂവറി നടത്തുന്നവരുണ്ടല്ലോ, അവരാരും അറിഞ്ഞില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്. അത് കോടതി സ്റ്റേ ചെയ്തു. CPM പ്രവർത്തകരെ ഉപയോഗിച്ച് സർക്കാർ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് ശ്രമിച്ചത്, സതീശൻ കുറ്റപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.